അള്ളാഹു, അവൻ്റെ റസൂൽ, അതായത് റബ്ബുൻ അല്ലാഹ്, നമ്മുടെ ഇലാഹ്, നമ്മുടെ നാഥൻ അള്ളാഹു ആകുന്നു, ഏകനായ അല്ലാഹ്. എന്നാൽ ഈ അള്ളാഹുവിനെ പ്രാപിക്കുവാൻ, ശരിയായ വിധത്തിലുള്ള തൗഹീദിൽ എത്തിച്ചേരുവാൻ വറസൂലുഹു സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ, എല്ലാ മുസ്ലിംകളും കക്ഷിഭേദമന്യേ അംഗീകരിക്കുന്ന ഷഹാദത്തൈനിയാണിത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉലൂഹിയ്യത്തും ഏകത്വവും പ്രഖ്യാപിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്നും സാക്ഷ്യം വഹിക്കുന്നു. ഇനിയാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക പ്രായോഗിക തൗഹീദിൻ്റെ സൗന്ദര്യം ഖുർആനിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതെന്താണ്? മനുഷ്യവിഭാഗത്തിൽ സത്യാന്വേഷണം നടത്തി ഈശ്വരപ്രാപ്തി ആഗ്രഹിക്കുന്ന പലരും ഏകദൈവത്തെ ഉൾക്കൊള്ളുന്നവരാണ്. അള്ളാഹു എന്നോ ദൈവമെന്നോ മറ്റെന്ത് പേരിൽ പറഞ്ഞാലും ഏകനായ ഒരു ദൈവത്തെ അംഗീകരിക്കാൻ വലിയൊരു വിഭാഗം സന്നദ്ധരാണ്. എന്നാൽ റിസാലത്തുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് മുസ്തഫയുടെ പ്രവാചകത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവർ അള്ളാഹു എന്ന് വേണമെങ്കിൽ പറയൂ, ഏകദൈവത്തെ ഉൾക്കൊള്ളുകയും ചെയ്യും മുദ്രാവാക്യത്തിൽ. റിസാലത്ത് മുഹമ്മദ് മുസ്തഫാക്ക് അവർ സമ്മതിച്ചു തരില്ല. ഇപ്പൊ രണ്ട് വിഭാഗമായി. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സമ്മതിക്കുക മാത്രം ചെയ്യുന്നവർ. എന്നാൽ രണ്ടാമതൊരു വിഭാഗം അള്ളാഹു ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുസമ്മതമാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹി അന്ത്യപ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യദൂതരാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ഈ രണ്ട് സാക്ഷ്യവും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. എന്നാൽ പ്രായോഗിക അനുഭവത്തിൽ ഈ രണ്ട് സാക്ഷ്യവും നടപ്പിലാക്കണമെങ്കിൽ മൂന്നാമതൊന്നുകൂടി ആവശ്യമാണ്. അത് നമ്മൾ ആരെങ്കിലും ചേർത്തു കൊടുക്കുകയോ കൂട്ടിപ്പറയുകയോ ചെയ്യുന്നതല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം അപ്രകാരമാണ്. നമുക്കത് വിലയിരുത്താം. പരിശുദ്ധ ഖുർആനിലെ 4 വചനങ്ങൾ സസൂക്ഷ്മം നമുക്ക് ഈ വിഷയത്തിൽ വിശകലനത്തിനെടുക്കാം. സൂറത്തുൽ മാഇദ 55-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സക്കാത്ത വഹും റാക്കിഊൻ. ഖുർആനിൽ അള്ളാഹു പറയുന്നതാണ്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഒരു ഗുരു, ഒരു മുസ്ലിയാരി, ഒരു മൗലവി പറഞ്ഞതല്ല. നിശ്ചയമായും നിങ്ങളുടെ വലിയ സംരക്ഷകൻ, സഹായി അള്ളാഹു ആകുന്നു. അവിടെ നിർത്തുന്നില്ല. വ റസൂലുഹു, അവൻ്റെ റസൂലും നിങ്ങളുടെ വലിയാകുന്നു. അപ്പോൾ 2 സാക്ഷ്യമായി. വല്ലദീന ആമനൂ, അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ, അൽ ഔലിയാ, അസ്സാലിഹൂൻ, അശ്ശുഹദാ, അസ്സിദ്ദീഖൂൻ, അറാഷിദൂൻ. പല പ്രയോഗത്തിലും ഈ വിഭാഗത്തെ പരിശുദ്ധ ഖുർആൻ വിവക്ഷിച്ചിട്ടുണ്ട്. വല്ലദീന ആമനു, അതായത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വ ആൻഡ് വ റസൂലുഹു വ ആൻഡ് അല്ലദീന ആമനു. അപ്പൊ ത്രയങ്ങളാണ്, ത്രിമാനങ്ങളാണ്. അള്ളാഹു ഉലൂഹിയ്യത്തുള്ളവൻ, ദാത്തിയായ സ്വതസിദ്ധമായ ഗുണമുള്ളവൻ, നിരുപാധികമായ കഴിവുള്ളവൻ, അനശ്വരത്വമുള്ളവൻ, അനാദിത്വമുള്ളവൻ. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, അള്ളാഹുവിനെ അറിയുമ്പോഴും പറയുമ്പോഴും ഈ വിധത്തിൽ പറയണം. ലാ ഇലാഹ
ഇല്ലല്ലാഹ്. ഉലൂഹിയ്യത്തിൻ്റെ ഈ ഗുണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ അള്ളാഹുവിനെ ശരിയാം വണ്ണം ഉൾക്കൊള്ളണമെങ്കിൽ വറസൂലുഹു, അവൻ്റെ റസൂലിനെയും വേണം. എന്നാൽ അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നില്ല. വറസൂലുഹു എന്ന് പറഞ്ഞ ശേഷം വല്ലദീന ആമനൂ, അൽ മുഅ്മിനൂൻ, ഔലിയാക്കൾ, ഗുരുനാഥന്മാർ, മുഅ്മിനീങ്ങൾ, ഈ മൂന്നും കൂടെ കൂടുമ്പോഴാണ് മൂന്നാം വിഭാഗം ആരാണ്? അള്ളാഹു, അവൻ്റെ റസൂൽ, വല്ലദീന ആമനു അൽ മുഅ്മിനൂൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സക്കാത്ത വഹും റാക്കിഊൻ. ആധ്യാത്മികമായ മേഖലയിൽ ഇഖാമത്തു സ്വലാത്ത് പ്രാപിച്ച് എല്ലാ രീതിയിലുമുള്ള സംസ്കൃതിയും സക്കാത്തും സമ്മാനിച്ച് അള്ളാഹുവിനെ വണങ്ങി അറിഞ്ഞവർ, വഹും റാക്കിഊൻ. അപ്പം ഈ ആയത്തിൽ ത്രിമാനങ്ങളാണ് പഠിക്കണം നമ്മൾ. ഇന്നമാ വലിയുക്കുമുല്ലാഹു 1, വറസൂലുഹു 2, വല്ലദീന ആമനു മൂന്നാമത്തെ വിഭാഗത്തെയും. ഈ മൂന്നാമത്തെ വിഭാഗത്തിലൂടെ അഥവാ അൽ മുഅ്മിനൂൻ, ഔലിയാ ഉല്ലാഹി, അവരിലൂടെ റസൂലുള്ളാഹിയെ പ്രാപിക്കണം, അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ വേണം റസൂലുള്ളാഹി മുഖേന അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കുവാൻ. ഇതൊരായത്ത്. സൂറത്തുൽ മാഇദയിലെ 56-ാമത്തെ വചനം, വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു. ഇവിടെ ശ്രദ്ധിക്കണം, അതിസൂക്ഷ്മ പഠനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് വ്യാപകമായി പറഞ്ഞു വരികയാണ്, അള്ളാഹു പോരെ നമുക്ക് വലിയായി, അള്ളാഹു പോരെ നമുക്ക് സംരക്ഷകനായി. ഖുർആനാണ് പറയുന്നത് വമൻ യതവല്ലല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ സഹായിയായി, വലിയായി, അധികാരം നടത്തുന്നവനായി അള്ളാഹുവിനെ ആരെങ്കിലും വലിയായി പുലർത്തിയാൽ, അവസാനിക്കുന്നില്ല, വറസൂലഹു, അവൻ്റെ റസൂലിനെയും, തീരുന്നില്ല, വല്ലദീന ആമനു, മുഅ്മിനീങ്ങളെയും. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മുഅ്മിനുകളായ ഔലിയാക്കളായ മഹാന്മാരെയും വലിയായി, സംരക്ഷകരായി, പരിപാലകരായി കാണണം. പക്ഷെ മൂന്നും 3 വിധാനത്തിലാണ്, ത്രിമാനങ്ങളാണ്, ത്രിയേകത്വമല്ല. 3 ആൾക്കും ഒരേ പരിധിയും ഒരേ അളവും കൊടുക്കുമ്പോഴാണ് കുഴപ്പം. കർത്താവ്, യേശു, മാതാവ്, അവിടെ 3ഉം കൂടെ ഒന്നിൽ ലയിപ്പിക്കുകയോ ഒന്നായി മനസ്സിലാക്കുകയോ ചെയ്യുന്ന ട്രിനിറ്റി, ത്രിയേകത്വം അപകടകരമാണ് എന്ന് കരുതി പരിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ? എന്താണത്? വമൻ യതവല്ലല്ലാഹ, അള്ളാഹുവിനെ ആരെങ്കിലും വലിയായി പ്രയോജനപ്പെടുത്തി മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തിയാൽ, അള്ളാഹുവിനെ മാത്രം പോരാ, വറസൂലഹു, ഖുർആൻ ഷരീഫാണ്, അവൻ്റെ റസൂലിനെയും അവസാനിപ്പിക്കുന്നില്ല, വല്ലദീന ആമനു, മുഅ്മിനീങ്ങളെയും, സത്യവിശ്വാസികളെയും. ഈ ത്രിമാനങ്ങൾ, ത്രയങ്ങൾ, വീണ്ടും പറയുന്നു, 3ഉം 3 വിധാനമാണ്. അൽ ഉലൂഹിയ്യത്തു ലില്ലാഹി വഹദ, മുഖ്തദയാത്തുൽ ഉലൂഹിയ്യ, ദൈവമായി, ഇലാഹായി, ആരാധനകൾക്ക് അർഹനായി തീരാൻ യോഗ്യൻ ഒരേ ഒരുവൻ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ അന്നുബുവത്തു ലിൽ അംബിയാഇ ഖസായിസുൻ നുബുവ, നബിമാർ, റസൂലുമാർ, അവർക്കാണ് നുബുവത്തിൻ്റെ പ്രത്യേകതകൾ അല്ലാഹു തആല സമ്മാനിച്ച് തെരഞ്ഞെടുത്ത് നിയോഗിച്ചവർ. എന്നാൽ അവരിലേക്ക് എത്തിച്ചേരുവാനുള്ള പടവുകളാണ്, വഴികളാണ് അൽ വിലായ, ലില്ലദീന ആമനു, ലിൽ ഔലിയാഇ, ലിൽ മുഅ്മിനീൻ, സിമാത്തുൽ വിലായ, വിലായത്തിൻ്റെ അടയാളങ്ങൾ. അപ്പോൾ ഈ ത്രിമാനങ്ങളെ ഉൾക്കൊള്ളാതെ ഒരു സത്യവിശ്വാസിക്ക് പരിശുദ്ധ ഖുർആനിനെ പ്രയോഗപ്പെടുത്താൻ സാധിക്കില്ല. ഇത് ഖുർആനിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, 3 കക്ഷികൾ, 3ഉം ഒരുപോലെയല്ല. അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളും ദാത്തിയാണ്.
അവന്റെ എല്ലാ ഗുണങ്ങളും സബക്ക്, ആ അനാദിത്വമുള്ളതാണ്, അനശ്വരത്വമുള്ളതാണ്. സർമദീയത്ത് അൽ ഇത്ലാഖു ഉപാധികളില്ലാത്തതാണ്. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിൽ നിന്ന് പകർന്ന് ലഭിച്ച, അള്ളാഹു തആല കൊടുത്ത അവന്റെ റസൂൽ വറസൂലുഹു, അവരിൽ നിന്ന് സ്വായത്തമാക്കുന്ന, അള്ളാഹുവിൽ നിന്ന് തിരുനബി മുഖേന സ്വായത്തമാക്കുന്ന വല്ലദീന ആമനു ഖുർആൻ വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു. ഇത് മൂന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും വേണം, മൂന്നായി ഉൾക്കൊള്ളുകയും വേണം. ഖുർആനിന്റെ ശൈലി നാം തിരഞ്ഞെടുക്കുന്ന മൂന്നാമത്തെ വചനം സൂറത്തുൽ മുനാഫിഖൂന 8. അല്ലാഹു തആല സൂറത്തു ഫാത്തിറിൽ 15 പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅൻ. ആരെങ്കിലും അപ്രതിരോധ്യമായ ഐശ്വര്യം, പ്രതാപം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅൻ, അൽ ഇസ്സത്ത് പൂർണ്ണമായും അള്ളാഹുവിന് മാത്രമാകുന്നു. ഖുർആനാണ് ആത്യന്തികമായി, മൗലികമായി, അതായത് നേരത്തെ പറഞ്ഞ 4 ഗുണങ്ങളോടുകൂടി, 4 സിഫാത്തുകളോടുകൂടി മുഖ്തവയാത്തുൽ ഉലൂഹിയ്യ എന്ന അസ്സബ്ഖു വൽ ഇത്ലാഖു വസ്സർമദിയ്യത്തു വദാത്തിയ്യത്തു, ഈ 4 സ്വഭാവത്തോടുകൂടി അൽ ഇസ്സത്ത് ആർക്ക് മാത്രം? ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅൻ. എന്നാൽ അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുൽ മുനാഫിഖൂൻ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. വളരെ വ്യക്തമാണ്, തർക്കത്തിൻ്റെയോ വിവാദത്തിൻ്റെയോ ആവശ്യമില്ല. മൂന്നായി കാണണം, മൂന്നിനെയും ഉൾക്കൊള്ളണം. വലില്ലാഹിൽ ഇസ്സത്തു, അള്ളാഹുവിനാണ് ഇസ്സത്ത്, അപ്രതിരോധ്യമായ പ്രതാപം. വലി റസൂലിഹി, അതേ ഭാഷയിൽ അല്ലാഹു തആല അവന്റെ റസൂലിനെ അള്ളാഹുവിലേക്ക് ഇസ്സത്തിന്റെ കാര്യത്തിൽ ചേർത്തു പറയുന്നു. പുറത്തുനിന്നുള്ള ഒരു വ്യാഖ്യാനവും ഈ വിഷയത്തിന് ആവശ്യമില്ല. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി അവസാനിപ്പിക്കുന്നില്ല, വലിൽ മുഅ്മിനീൻ, അൽ മുഅ്മിനൂൻ, അൽ ഔലിയാ, ഇബാദുല്ലാഹി സ്വാലിഹൂൻ, അസ്സിദ്ദീഖൂൻ, അശ്ശുഹദാ. ഖുർആനിൽ അവർക്ക് പല രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിനുമാകുന്നു ഇസ്സത്ത്. അപ്പൊ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ, ദാത്തിയായ സ്വയം സിദ്ധമായ ഗുണമുള്ളവൻ, ഇത്ലാഖിൽ നിരുപാധികമായി ഗുണമുള്ളവൻ, അനശ്വരമായി സർമദിയായി ഗുണമുള്ളവൻ, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. എന്നാൽ വലി റസൂലിഹി, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇസ്സത്ത്, വലിൽ മുഅ്മിനീൻ, അള്ളാഹു തആലയിൽ നിന്ന് റസൂൽ മുഖേന മുഅ്മിനീങ്ങൾക്കുമുണ്ട്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ മുസ്ലിംകളിൽ പെട്ട ഒരു വിഭാഗത്തിന്, ഉള്ളിൽ ഈമാൻ ഉറക്കാതെ നാവുകൊണ്ട് ഈമാൻ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന മുനാഫിഖുകൾ, അവർക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല ഖുർആൻ. ഇനി 4ാമത് നാം ചർച്ചക്കെടുക്കുന്നത് സൂറത്തു തൗബയിലെ 105-ാമത്തെ വചനാണ്. അള്ളാഹു പറയുന്നു, വഖുൽ, നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കുവീൻ, നിങ്ങൾ കർമ്മം ചെയ്യുവീൻ, നിങ്ങൾ അമല് ചെയ്യുവീൻ. സത്യവിശ്വാസികളോട് അള്ളാഹു പറയുകയാണ്, ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു നിങ്ങളുടെ അമലിനെ, നിങ്ങളുടെ കർമ്മത്തെ കാണുക തന്നെ ചെയ്യും, കണ്ടുകൊള്ളൂ. തരേണ്ടത് അവൻ തരും, അവൻ സ്വീകരിച്ചുകൊള്ളൂ. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ അമലിനെ അല്ലാഹു തആല കാണും. വറസൂലുഹു, ചേർത്ത് പറയുന്നു, അവന്റെ റസൂലും കാണും.
നിങ്ങൾ അമല് ചെയ്യുവീൻ, അള്ളാഹു നിങ്ങളുടെ അമല് കാണും, അവന്റെ റസൂലും നിങ്ങളുടെ അമല് കാണും. വൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ സത്യവിശ്വാസികൾ, അൽ ഔലിയാ ഇബാദുല്ലാഹി സ്വാലിഹൂൻ, മശായിഖ്, അൽ വറസ, പേര് ഖുർആനിൽ പറഞ്ഞത് തന്നെ മതി, അൽ ഖുലഫാ, അൽ അഇമ്മ, ഇമാമുകൾ. അപ്പോൾ ഇവിടെയും മൂന്നാണ്, ത്രിമാനം. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഇത് മൂന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പക്ഷെ എന്ത് വേണം? ഈ ത്രിമാനങ്ങളെ, ത്രയങ്ങളെ മൂന്നും അംഗീകരിക്കുന്നതോടൊപ്പം മൂന്നും മൂന്ന് വിധാനത്തിലാണ് എന്ന യാഥാർത്ഥ്യം വിശ്വാസമായി ഉൾക്കൊള്ളണം. ഉദാഹരണം പറയാം. അല്ലാഹ് ഉലൂഹിയത്തുള്ളവൻ, സയ്യിദുന ഈസാ റിസാലത്തുള്ള, നുബൂവത്തുള്ള, ഖസായിസുൻ നുബൂവ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലും. എന്നാൽ അസയ്യിദത്തു മറിയം അലൈഹസ്സലാം, ഈസൽ മസീഹിന് ജന്മം നൽകിയ പരിശുദ്ധവതിയായ വലിയത്തായ അസയ്യിദത്തു മറിയം. ഇവിടെ അള്ളാഹു റബ്ബുന ഉലൂഹിയത്ത്, ഈസ റസൂലുള്ളാഹി റിസാലത്ത്, അസയ്യിദത്തു മറിയം വിലായത്ത്. ഇത് മൂന്നും കൂടെ ഉൾക്കൊള്ളുന്നതിന് ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയ ഇസ്ലാമിക സമൂഹത്തിന് ഒരു കുഴപ്പവുമില്ല. ഷിർക്കിന്റെ, ബഹുദൈവത്വത്തിന്റെ ഒരു ചെറിയ ലാഞ്ചന പോലും യഥാർത്ഥ സത്യവിശ്വാസികളെ തൊട്ട് തീണ്ടുക പോലുമില്ല. എന്തുകൊണ്ട്? ഇത് പണ്ഡിതന്മാരാരോ പറഞ്ഞതോ സഹാബിമാരാരോ വ്യാഖ്യാനിച്ചതോ അല്ല. വിശുദ്ധ ഖുർആനിന്റെ ഈ 4 വചനങ്ങൾ, ഇനിയും എത്രയോ തത്വങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തരുന്ന സ്വീകാര്യമായ ഒരു ഹദീസ് കൂടി ചേർത്ത് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 വിധാനങ്ങൾ, മാനങ്ങൾ ഔലിയായിലൂടെ, അതായത് അൽ അഇമ്മ, അൽ ഖുലഫാ, അവരിലൂടെ വേണം ഹബീബ് റസൂലുള്ളാഹിയെ പ്രാപിക്കുവാൻ. റസൂലുള്ളാഹിയിലൂടെ മുഖേന വേണം ഏകനായ അള്ളാഹുവിനെ അറിയുവാൻ. അപ്പോഴേ ശരിയാവുകയുള്ളൂ. ഏകദൈവത്തെ, അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുന്നവർ റസൂലുള്ളാഹി മുഹമ്മദിനെ അംഗീകരിക്കുന്നവരെ വിമർശിക്കുന്നു. എന്നാൽ അള്ളാഹു ഞങ്ങൾ അംഗീകരിക്കുന്നു, മുഹമ്മദ് മുസ്തഫായെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ ഔലിയാ, അസ്സിദ്ദീഖൂൻ, അൽ അഇമ്മ, അൽ ഖുലഫാ എന്ന് ഖുർആനിൽ പറഞ്ഞ അൽ മുഅ്മിനൂൻ എന്ന വിഭാഗത്തെ, അവരെ അംഗീകരിക്കുന്നവരെ വിമർശിക്കുന്നു. നല്ലപോലെ പഠിച്ചാൽ ഈ 3 കൂടി ആകുമ്പോഴേ ഇസ്ലാമിക ദർശനത്തിലെ പരിപൂർണത പ്രാപിക്കുകയുള്ളൂ. അത് തിരുനബി പറയുന്നത് സ്വീകാര്യമായ, എല്ലാവരും സുസമ്മതമായി പറയുന്ന ഹദീസ് ഇമാം തിർമിദി 3789 നമ്പർ, ഇമാമുൽ ബുഖാരി അത്താരീഖിൽ 1183, ഇമാമുൽ ഹാക്കിം, ഇമാം ദഹബി, ഇമാം സുയൂത്തി എല്ലാവരും ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും മിൻ നിഅമി വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ് വഅഹിബ്ബു അഹ്ല ബൈത്തി ബിഹുബ്ബി. ഹദീസിന്റെ സാക്ഷാത്കാരം 3 കൂടിയാണ്. അഹിബ്ബുല്ലാഹ, അള്ളാഹുവിന് നിങ്ങൾ പ്രിയം കൊടുക്കുവീൻ, ഹുബ്ബ് കൊടുക്കുവീൻ. മൗലികമായി ഹുബ്ബ് കൊടുക്കാൻ ആത്യന്തിക ലക്ഷ്യത്തിലുള്ളവൻ അള്ളാഹു മാത്രമാണ്. കാരണം എന്ത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലിമാ യഗ്ദൂകും മിൻ നിഅമിഹി, അവന്റെ അനുഗ്രഹ കേദാരങ്ങളിൽ നിന്ന് സുഭിക്ഷമായി നിങ്ങൾക്ക് അവൻ നൽകുന്നു. ആത്യന്തികമായി നൽകുന്നവൻ അള്ളാഹുവാണ്. ഇന്നല്ലാഹ ഹുവൽ മുഅ്തി. എന്നാൽ വഅഹിബ്ബൂനി, എന്നെയും നിങ്ങൾ സ്നേഹപ്പെടണം, പ്രിയപ്പെടണം, ഹുബ്ബ് ചെയ്യണം. എന്തിന്? ബിഹുബ്ബില്ലാഹി. ഒരു റിവായത്തിൽ ലിഹുബ്ബില്ലാഹി. അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ഹുബ്ബിന്റെ മാനദണ്ഡത്തിൽ, അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഹുബ്ബ് ചെയ്യണം. കാരണം ഞാൻ റസൂലുള്ളാഹിയാണ്. മൂന്നാമത്തത് വഅഹിബ്ബു അഹ്ല ബൈത്തി, എൻ്റെ അഹ്ലുൽ ബൈത്തിനെ, ആലുൽ ബൈത്തിനെ, അവരാണ് അൽ ഔലിയാ, അവരാണ് അൽ ഖുലഫാ, അൽ വറസത്തുൽ മുഹമ്മദിയൂൻ. തിരുനബിയാണ് പറയുന്നത്, അഹ്ലുൽ ബൈത്തിനെയും നിങ്ങൾ ഹുബ്ബ് ചെയ്യുവീൻ ബിഹുബ്ബി, എന്നോടുള്ള ഹുബ്ബിന്റെ പേരിൽ. അപ്പൊ അള്ളാഹുവിനെ ആത്യന്തികമായും മൗലികമായും ഹുബ്ബ് ചെയ്യുന്നവർ അള്ളാഹുവിന്റെ റസൂൽ എന്ന നിലക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും
ആ റസൂലുള്ളാഹിയിലേക്ക് എത്തിച്ചേരാനുള്ള വസീലകൾ എന്ന നിലയ്ക്ക് അഹ്ലുൽ ബൈത്ത്, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, അഹ്ലുൽ ബൈത്ത് എന്നതിൻ്റെ സാങ്കേതികമായ വിവക്ഷ ഹബീബ് റസൂലുള്ളാഹിയുടെ ആധ്യാത്മിക താവഴിയുടെ ഭൗതികവും ആത്മീയവുമായ പരിരക്ഷ ലഭിച്ചവരെന്നാണ് അഹ്ലുൽ ബൈത്ത്. അപ്പോൾ ഇവിടെയും ഹദീസ് പറയുന്നത് അഹിബുല്ലാഹ വ അഹിബു റസൂലല്ലാഹ്, 3 വ അഹിബു അഹ്ലൽ ബൈത്ത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹി മൂന്നാമത്തെ വിധാനത്തിലേക്ക് ഇറങ്ങുവാൻ പലർക്കും മടിയാണ്. അള്ളാഹു പോരെ അവന്റെ അടിമയ്ക്ക്. ഖുർആനാണ് പറയുന്നത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അപ്പോൾ അള്ളാഹു പോരെ നിങ്ങൾക്ക് എന്ന് ഖുർആൻ പറയുന്നില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന, അള്ളാഹു പോരെ അവന്റെ പ്രിയപ്പെട്ട അടിമയ്ക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥവിവക്ഷ പഠിക്കുമ്പോൾ സംശയങ്ങളെല്ലാം അകന്നുപോകും. ഇങ്ങനെ വരുമ്പം ഈ ത്രിയങ്ങൾ, ഈ ത്രിമാനങ്ങൾ 3 ഉണ്ട് എന്ന് സമ്മതിക്കുക. അള്ളാഹു, അവന്റെ റസൂൽ, അവന്റെ അഹ്ബാബുകളായ ഔലിയാക്കൾ, ഔലിയാക്കളിലൂടെ റസൂലുള്ളാഹിയെ പ്രാപിക്കുക, റസൂലുള്ളാഹിയിലൂടെ അള്ളാഹുവിനെ അറിയുക, ഉൾക്കൊള്ളുക. ഈ തത്വം ഉൾക്കൊണ്ട് എന്നാൽ 3ഉം ഒരു കാരണവശാലും ഒന്നായി പോകരുത്. ഉലൂഹിയ്യത്തിന്റെ, ദിവ്യത്വത്തിന്റെ എന്തെങ്കിലും ഒരു കണിക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആരോപിച്ചാൽ അത് വ്യാജമാണ്, അത് ശിർക്കാണ്. എന്നാൽ റസൂലുള്ളാഹിയിൽ തന്നെ ഒരിക്കലും പറയാനും വെച്ച് കെട്ടാനും പറ്റാത്തത് തങ്ങളുടെ ഗുരുനാഥന്മാരിൽ, ഔലിയാക്കളിൽ വെച്ചു കെട്ടിയാലോ ഏറ്റവും കൂടുതൽ അപകടമാണ്. അത് പരിശുദ്ധ ദീനിനെ കുറച്ചൊക്കെ പഠിച്ചവർ ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ മുദ്രാവാക്യം വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അൽ മുഅ്മിനൂൻ എന്ന വിഭാഗത്തെയും അധികാരികളായി പുലർത്തി കൊണ്ടു നടക്കുന്നവർ ഫഇന്ന ഹിസ്ബല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. വിവാദമൊക്കെ കഴിഞ്ഞു. അവരാണ് അല്ലാഹുവിന്റെ കക്ഷികൾ. ഹുമുൽ ഗാലിബൂൻ, അവരാണ് പ്രമാണം കൊണ്ട് അതിജയിക്കുന്നവർ, വിജയം കൊണ്ട് മുന്നേറുന്നവർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുമ്മ ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.